പെൺകുട്ടിയെ ഒരു 7-8 വനിതാ പോലീസുകാർ ചേർന്ന് മാറ്റി നിർത്തി പുരുഷ പോലീസുകാർക്ക് അസഭ്യവർഷം നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ചെയ്തു കൊടുക്കുക. എന്താ പെൺകുട്ടി ചെയ്ത തെറ്റ്? ഇവിടെ 2.5 ലക്ഷം രൂപ ഒരു ബാറിന് ഒരു ദിവസം തുറക്കാൻ ബാർ ഒന്നിന് 2.5 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിയ ഒരുത്തന്റെ നടപടി തെറ്റാണ് എന്ന് പറയുന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്യുക. ആ 2.5 ലക്ഷം രൂപ വീതം ബാർ ഒന്നിന് കൈക്കൂലി വാങ്ങി 802 ബാറുകാരുടെ ഇന്ന് കൈക്കൂലി വാങ്ങി ആ മന്ത്രി സുഖവാസത്തിന് വിദേശത്ത് യാത്ര ചെയ്യുക. ആ മന്ത്രി കേരളത്തിൽ വരുമ്പോ എഴുന്നേറ്റ് നിന്ന് അറ്റൻഡൻസ് ആയി സല്യൂട്ട് ചെയ്യുന്ന പോലീസുകാരാണ് സമരം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പൊതുമുതൽ കൊള്ളയടിക്കുന്ന സർക്കാരിനായി സമരം ചെയ്യുന്ന വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകളോട് അസഭ്യവർഷം ചെയ്യുന്നത്. ഇതെവിടുത്തെ ന്യായമാണ്? ഇത് ഏതുതരം നീതിയാണ്? വനിതാ പ്രവർത്തകരോട് ഈ രീതിയിൽ അസഭ്യവർഷം നടത്തുവാനായിട്ടുള്ള എന്ത് അധികാരമാണ്? ഏത് പോലീസ് മാനുവലിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ഈ സമരത്തെ കണ്ടതാണ്. ഞങ്ങൾ ഒരു ചെറിയ കല്ലിന്റെ കഷ്ണം ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള കൊടി പോലും വലിച്ചെറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നതല്ലേ മുൻപ് ബാർക്കോഴ വന്നപ്പോ എങ്ങനെ സമരാഭാസമാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരനും CPM-കാരനും നടത്തിയതെന്ന്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ മഴക്കെടുതിയിൽ കഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് അതിന്റെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ സമരമായിട്ട് പോകുന്നത്. ആ സമരം ചെയ്ത് ഞങ്ങളെ അങ്ങ് തെറി പറഞ്ഞാൽ, കൈകാര്യം ചെയ്താൽ അങ്ങ് ഇല്ലാതാക്കാമെന്നാണ് പോലീസുകാർ വിചാരിക്കുന്നതെങ്കിൽ ശ്രീ MP രാജേഷിന് ഉത്തരവ് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന പോലീസുകാരെ അത് പിന്നെ നമുക്ക് നോക്കാം. അങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ തീർന്നതാണോ ഈ പ്രസ്ഥാനം? അങ്ങനെ തീർന്നിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വെല്ലുവിളികളൊന്നും വേണ്ട. ഞങ്ങൾ വളരെ മര്യാദയായി, വളരെ മാന്യമായി, വളരെ നിയമം അനുവദിക്കുന്ന തരത്തിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ തരത്തിലാണ് ചെയ്യുന്നതെങ്കിൽ മന്ത്രി രാജേഷ് വരട്ടെ. അദ്ദേഹം ഈ അഴിമതി നടത്തിയ മന്ത്രി ഇങ്ങനെ സ്വസ്ഥമായി നടക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. അന്നേരം ഈ പോലീസ് എന്താ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ നോക്കട്ടെ. അതുകൊണ്ട് ഒരു തർക്കവും വേണ്ട. ഈ അഴിമതി നടത്തി ഇങ്ങനെ വിദേശത്ത് ചുറ്റി നടക്കാതെ മന്ത്രിയോട് ലാൻഡ് ചെയ്യാൻ പറ. നിങ്ങൾ ഈ ജില്ലയിലെ മാധ്യമപ്രവർത്തകരല്ലേ, അദ്ദേഹമായിട്ട് അടുപ്പുള്ള ആളല്ലേ? ഇങ്ങനെ അഴിമതി നടത്തിയ പണവുമായി ഉലകം ചുറ്റി നടക്കാതെ ലാൻഡ് ചെയ്യാൻ പറ. അന്നേരം കാണിച്ചു തരാം സമരം എന്താണ്. നിങ്ങൾ കാണുകയല്ലേ, ഇന്നെന്താ പ്രകോപനം? ഈ സമരത്തിനകത്ത് ഞങ്ങൾ നടത്തിയ പ്രകോപനം എന്താണ്? വളരെ സമാധാനപൂർവ്വമായ സമരമല്ലേ അദ്ദേഹം പറഞ്ഞത്. ഒരു ചെറിയ കല്ലിന്റെ കഷ്ണമെങ്കിലും ഞങ്ങൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ വലിച്ചെറിയും. ഒരു കാരണമില്ലാതെ സമരം തുടങ്ങിയപ്പോൾ തൊട്ട് ജലപീരങ്കി ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് അറസ്റ്റ് വലിച്ച് പറിച്ചുകൊണ്ട് പോകുന്നു. ഞങ്ങൾ അറസ്റ്റ് കൂടെ സാധിച്ചല്ലേ? വനിതാ പ്രവർത്തകയെ മാറ്റി നിർത്തി അസഭ്യവർഷം നടത്തിയ ആ ഉദ്യോഗസ്ഥനെതിരായിട്ട് ഡിവൈഎസ്പിയോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യുന്നല്ല പറഞ്ഞു. ഞങ്ങൾ ഡിവൈഎസ്പിയോട് തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ ബാക്കി ഞങ്ങൾ നോക്കും.